മാധവൻ തൻ്റെ കയ്യിലെ ചെതുമ്പലുകൾ കണ്ട് തകർന്നു നിന്നു. ദൂരെ എവിടെ നിന്നോ കാലൻ കോഴിയുടെ ശബ്ദം കേൾക്കാം. മാധവന്റെ ഞരമ്പുകളിലൂടെ വിഷമല്ല, മറിച്ച് വിചിത്രമായ ഒരു ശക്തി പടരുകയായിരുന്നു. തൻ്റെ ശരീരത്തിന് സംഭവിക്കുന്ന മാറ്റം ആരോടും പറയാനാവാതെ അവൻ വീടിൻ്റെ ഇടനാഴിയിലൂടെ നടന്നു. ചുവരിലെ പഴയ ചിത്രങ്ങൾ അവനെ നോക്കി ചിരിക്കുന്നത് പോലെ മാധവൻ വീണ്ടും കാവിലേക്ക് ഓടി. നിലാവെളിച്ചത്തിൽ കാവ് കൂടുതൽ ഭയാനകമായിരുന്നു. അമ്മു, നീ എവിടെയാ? നീ പറഞ്ഞത് ശരിയാണ്. എൻ്റെ ശരീരത്തിൽ ഇത് കണ്ടോ? അവൻ തൻ്റെ കൈ കാണിക്കുന്നു. വിളി കേട്ട് അമ്മു പെട്ടെന്ന് തന്നെ കാവിലെത്തുന്നു. ഇത് തുടക്കം മാത്രമാണ് മാധവ. നീ ഈ തറവാട്ടിലെ വെറുമൊരു അവകാശിയല്ല, ഈ സർപ്പക്കാവിൻ്റെ തടവുകാരൻ കൂടിയാണ്. നിന്റെ മുത്തശ്ശൻ വർഷങ്ങൾക്ക് മുമ്പ് നാഗമാണിക്യം എടുക്കാൻ ശ്രമിച്ചപ്പോൾ കാവിലുണ്ടായിരുന്ന അനന്തനാഗത്തിന് തൻ്റെ വംശത്തിലെ ഒരാളെ കാവൽക്കാരനായി നൽകാമെന്ന് സത്യം ചെയ്തിരുന്നു. നിന്റെ അമ്മ ആ സത്യം പാലിച്ചു. ഇപ്പോൾ അത് നിന്റെ ഊഴമാണ്. ഒന്ന് നിർത്തടി. എനിക്കിതിലൊന്നും വിശ്വാസമില്ലെന്ന് പറഞ്ഞില്ലേ? എനിക്കിതിൽ നിന്നൊരു മോചനം വേണം. എനിക്ക് ഈ മാണിക്യവും വേണ്ട, ശാപവും വേണ്ട, മാധവൻ പറഞ്ഞു. പെട്ടെന്ന് കാറ്റിന് വേഗം കൂടി. മരങ്ങൾ ആടിയുലഞ്ഞു. മണ്ണിൽ നിന്ന് ആയിരക്കണക്കിന് ചെറിയ പാമ്പുകൾ ഇഴഞ്ഞു വരുന്നത് മാധവൻ കണ്ടു. അവൻ പെട്ടെന്ന് ഭയന്ന് പിന്നോട്ട് മാറി. അമ്മു പെട്ടെന്ന് ഒരു മന്ത്രം ചൊല്ലാൻ തുടങ്ങി. അവളുടെ ശബ്ദം മാധവന്റെ തലയ്ക്കുള്ളിൽ പ്രതിധ്വനിച്ചു. പെട്ടെന്ന് കാവിൻ്റെ നടുവിലുള്ള വലിയ ആൽമരത്തിൻ്റെ ചുവട്ടിലെ മണ്ണ് ഇടിഞ്ഞു താഴ്ന്നു. അവിടെ പുരാതനമായ ഒരു കരിങ്കൽ വാതിൽ തെളിഞ്ഞു വന്നു. ആ നിലവറയ്ക്കുള്ളിലാണ് നിന്റെ പൂർവികർ ഒളിപ്പിച്ചു വെച്ച രഹസ്യം. അത് തുറക്കാൻ നിന്റെ രക്തം തന്നെ വേണം. പക്ഷേ സൂക്ഷിക്കണം, അവിടെ വെളിച്ചമില്ല, നിഴലുകൾക്കും ജീവനുണ്ട്, അമ്മു പറഞ്ഞു. കാര്യസ്ഥൻ ശങ്കരൻ ദൂരെ നിന്ന് ഇതെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ക്രൂരമായ ഒരു പുഞ്ചിരി വിരിയുന്നുണ്ടായിരുന്നു. തൻ്റെ കയ്യിലുള്ള ഒരു തകിടിൽ മന്ത്രങ്ങൾ ജപിക്കുകയായിരുന്നു അദ്ദേഹം. മാധവൻ പേടിയോടെ നിലവറയുടെ പടികൾ ഇറങ്ങുന്നു. കയ്യിലുള്ള ടോർച്ച് വെളിച്ചത്തിൽ അവൻ കാണുന്നത് ഭിത്തിയിൽ നിറയെ പാമ്പുകളുടെ ശില്പങ്ങളാണ്. തറയിൽ നിറയെ പാമ്പിൻ ചട്ടകൾ ചിതറിക്കിടക്കുന്നു. മാധവൻ പടിക്കെട്ടുകൾ താഴേക്കിറങ്ങും തോറും അവന് മനസ്സിലായി, അത് വെറും ഭിത്തികളല്ല, കല്ലുകളുമായിരുന്നില്ല. ആയിരക്കണക്കിന് വർഷങ്ങളായി ഉറഞ്ഞുകൂടിയ പാമ്പിൻ ചട്ടകളും ഉണങ്ങിയ മഞ്ഞൾപ്പൊടികളും ചേർന്ന് രൂപപ്പെട്ട ഭയാനകമായ ചുവരുകളായിരുന്നു അവ. ഗുഹയ്ക്കുള്ളിലെ വായുവിന് ചീഞ്ഞഴുകിയ മാംസത്തിൻ്റെയും പുരാതനമായ കസ്തൂരിയുടെയും സമ്മിശ്ര ഗന്ധമായിരുന്നു. ഗുഹയുടെ മുകളിൽ നിന്ന് നീർച്ചുഴികൾ പോലെ താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന വേരുകൾക്കിടയിലൂടെ വിഷപ്പാമ്പുകൾ നിശബ്ദമായി ഇഴഞ്ഞു നീങ്ങുന്നുണ്ടായിരുന്നു. അവിടെ ഒരു വലിയ തടാകമുണ്ടായിരുന്നു. കറുത്ത മഷി പോലെ നിശ്ചലമായ വെള്ളം. ആ തടാകത്തിൻ്റെ നടുവിൽ നിന്ന് ഒരു വലിയ കരിങ്കൽ മണ്ഡപം ഉയർന്നു നിന്നു. അതിൻ്റെ മുകളിൽ ഒരു മഹാസർപ്പത്തിൻ്റെ പ്രതിമയുണ്ടായിരുന്നു. ഗുഹയുടെ ഓരോ കോണിലും മുൻപ് അവിടെ ബലി നൽകപ്പെട്ടവരുടെ അസ്ഥികൾ ചിതറിക്കിടപ്പുണ്ടായിരുന്നു. അവരുടെ ആത്മാക്കൾ ഇപ്പോഴും ആ ഗുഹയിലെ കാറ്റിൽ നിലവിളിക്കുന്നത് പോലെ മാധവന് തോന്നി. ഓരോ ചുവട് വയ്ക്കുമ്പോഴും ഗുഹയുടെ തറയിൽ പാമ്പുകൾ സീൽക്കാരം മുഴക്കി. പക്ഷേ അവ അവനെ ആക്രമിച്ചില്ല. പകരം അവൻ്റെ ശരീരത്തിലെ നീല ചെതുമ്പലുകളെ വണങ്ങുന്നത് പോലെ അവർ മാറി നിന്നു. ആരാ അവിടെ? എനിക്കാരോ ശ്വസിക്കുന്ന ശബ്ദം കേൾക്കാം, മാധവൻ ഉറക്കെ ചോദിച്ചു. ടോർച്ച് വെളിച്ചം അവനൊരു മൂലയിലേക്ക് അടിച്ചു. അവിടെ ഒരു വലിയ സർപ്പരൂപം മനുഷ്യനെപ്പോലെ നിൽക്കുന്നത് മാധവൻ കാണുന്നു. അത് ഭ്രമമാണോ യാഥാർത്ഥ്യമാണോ എന്ന് അവന് മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് കയ്യിലെ ടോർച്ച് അണഞ്ഞു പോകുന്നു. ഇരുട്ടിൽ മാധവന്റെ കൈകൾ തിളങ്ങാൻ തുടങ്ങി. അവൻ്റെ ശരീരത്തിലെ ചെതുമ്പലുകൾ ഇപ്പോൾ നീല നിറത്തിൽ പ്രകാശിക്കുന്നു. ആ വെളിച്ചത്തിൽ അവൻ കണ്ടു, നിലവറയുടെ മധ്യത്തിൽ ഒരു സ്വർണ്ണ പീഠത്തിൽ വെച്ചിരിക്കുന്ന ആ കറുത്ത പെട്ടി. അതിൽ നിന്നാണ് ആ ശ്വാസമെടുക്കുന്ന ശബ്ദം വരുന്നത്. മാധവൻ പേടിച്ചുകൊണ്ട് ആ പെട്ടിക്കടുത്തേക്ക് നീങ്ങുന്നു. ഇതാണോ ആ ശപിക്കപ്പെട്ട വസ്തു? അവൻ ആ പെട്ടിയിൽ തൊടാൻ ഞാഞ്ഞതും പിറകിൽ നിന്ന് ശങ്കരൻ്റെ ശബ്ദം കേൾക്കുന്നു. അത്
തുടരുത് മാധവ, അത് തുറന്നാൽ നിന്റെ മരണം നിശ്ചയമാണ്. പക്ഷേ എനിക്കത് വേണം. ആ നാഗമാണിക്യം എൻ്റേതാണ്. ശങ്കരന്റെ വാക്കുകൾ മാധവനിലേക്ക് ഒരിടുത്തിയാണ് പകർത്തിയത്. ശങ്കരൻ തൻ്റെ വടി നിലത്തടിക്കുന്നു. നിലവറയ്ക്കുള്ളിലെ പാമ്പുകൾ ഒന്നിച്ച് ശീൽക്കാരം മുഴക്കുന്നു. മാധവൻ പെട്ടിയുടെ മുകളിലേക്ക് വീണു. മാധവന്റെ രക്തം ആ പെട്ടിയിലെ സർപ്പമുദ്രയിൽ വീണു. പെട്ടെന്ന് തറവാട് മൊത്തം കുലുങ്ങാൻ തുടങ്ങി. നിലവറയുടെ ഭിത്തികൾ തകരുന്നു. പടിക്കെട്ടുകളും സർപ്പശില്പങ്ങളും ഇളകാൻ തുടങ്ങി. കൽക്കെട്ടുകൾ ഇളകി മാറി.